Yes, Ashwini, good afternoon. Sri Rashmi, good afternoon. Sri Kuti, good afternoon. Sudisha, good afternoon. Padmasri, good afternoon. Anju Aravind, Bindu Satyan, Vismaya, good afternoon. Shahana, good afternoon. Yes, good afternoon to all. Yes. Let us start. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചായിരുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ 11 ടെൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് എഴുതി, ഹാഡ് എഴുതി, ബീൻ ചേർത്ത്, വെർബ് പ്ലസ് ing, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നെഗറ്റീവ് വാചകമായി. ഐ ഹാഡ് നോട്ട് ബീൻ വർക്കിംഗ്, ഷീ ഹാഡ് നോട്ട് ബീൻ എക്സ്പെക്ടിങ് മീ, ദേ had not been waiting for me, had not. Yes. ഇനി അതിൽ ആവശ്യമുള്ളത് ഒരെണ്ണം കൂടിയാണ്. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്ത ഹെഡിങ് അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എഴുതുക, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, പിന്നെ ഹാവ് എഴുതുക, പിന്നെ ബി, പിന്നെ വെർബ്, പിന്നെ ing. അപ്പൊ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ്, വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ ബി, പിന്നെ വെർബ്, പിന്നെ ing. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ്, വില്ല് അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബി, വെർബ് പ്ലസ് ing. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ അത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ദേ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്, ദേ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഷീ വിൽ ഹാവ് ബീൻ യൂസിങ് മൊബൈൽ ഫോൺ. വേറെ നമുക്ക് പറയാം ദേ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എക്സാമിനേഷൻ. അപ്പൊ സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബീൻ, വെർബ് പ്ലസ് ing. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് 1-2 വാചകങ്ങൾ പറഞ്ഞ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് വരുന്നത്. സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബീൻ, വെർബ് പ്ലസ് ing. They will have been working in the same place. Okay, Srilashmi. She will have been dancing. Okay, Shri. She will have been reading. Sajana. They will have been arranging the function. Okay, Sri.
യെസ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സുധീഷ പറയുന്നു he will have been singing. Sajana, they will have been practicing dance. Okay. Ashwini, I will have been studying. Yes. Okay, okay, correct ആണ്. ഇനി നമ്മള് അതേ വാചകത്തിന്റെ തന്നെ ഷബീന പറയുന്നത് she will have been driving. Okay. അതിൽ തന്നെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ വില്ല് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് എന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് വാചകമായിട്ട് മാറുന്നു. She will not have been working. They will not have been writing. I shall not have been using it. അപ്പോ നെഗറ്റീവ് വാചകമാക്കാൻ വേണ്ടിയിട്ട് വില്ല് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു നോട്ട് കൂടി ചേർത്ത്. യെസ്, അങ്ങനെയുള്ള വാചകം പറഞ്ഞത് രണ്ടെണ്ണം. They will not have been dancing. She will, okay, Sajana, she will not have been reading. Okay, Archana. They will not have been singing. Okay, Anjali. He will not have been playing. Okay, Sri Lakshmi. Yes. Sudhisha, he will not have been using phone. Srikuti, she will not have been using mobile. Okay. Yes. അപ്പൊ നമ്മൾ പറഞ്ഞ സമീറ പറയുന്നു she will not have been cleaning. Ashwini, she will not have been drawing. Anju, I will not have been coming tomorrow. He will not have been cooking. Vismaya. They will not have been waiting. Srikuti. Okay. Yes. അപ്പൊ ഞാനിപ്പോ ടെൻസ് എന്ന് പറഞ്ഞ സംഗതി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത്രയും നാള് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് മുതൽ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 12 ടെൻസുകളിലായിരിക്കും നമ്മൾ ഒരു വാചകം പറയുന്നത്. ഈ 12 ടെൻസുകളിൽ അല്ലാതെ നമുക്കൊരു വാചകം പറയാനായിട്ട് സാധിക്കില്ല. ആര് എന്ത് വാചകം പറഞ്ഞു കഴിഞ്ഞാലും അത് ഈ 12 ടെൻസുകളിലെ ഏതെങ്കിലും ഒരു ടെൻസിലെ പറയാൻ പറ്റും. ഇതല്ലാതെ വേറെ ടെൻസിന്റെ ഫോം ഇംഗ്ലീഷിലില്ല. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നു. അപ്പൊ ടെൻസിന്റെ അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നു. നമുക്ക് സെന്റൻസിനെ കുറിച്ചും അതിന്റെ ക്ലോസിനെ കുറിച്ചും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു വാചകം പറയാം. ആ വാചകം ഇതാണ്, എഴുതി വെക്കുന്നു. When I went there, she was sleeping. ഞാനൊരു വാചകം എഴുതിയിട്ടുണ്ട്. When I went there, she was sleeping. അതാണ് വാചകം. When I went there, she was sleeping. അപ്പൊ സജന, Yes, sir. വെരി ഗുഡ്. When I went there, she was sleeping എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് ഞാനൊരു കോമ ഇടാൻ വിട്ടു. അങ്ങനെ ഒരു കോമ ഇടുകയാണെങ്കിൽ അത് എവിടെ ഇടണോ കോമ? When I went there, she എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. When I went there, she was sleeping. When I went there, she was sleeping. There കഴിഞ്ഞിട്ട് കോമ ഇടാം. കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ when I went there, കോമ, she was sleeping. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ she was sleeping. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് പറയാം 2 ക്ലോസുകളുണ്ട്. ഒന്ന് when I went there, അത്രയും വരും ഒരു ക്ലോസ്. she was sleeping, അത് അടുത്ത ക്ലോസ്. അപ്പൊ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നോ ഒന്നിലധികമോ
ക്ലോസുകൾ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. So we can say that a sentence consists of one or more than one clauses. ഒന്നോ അതിലധികമോ ക്ലോസുകൾ ഉൾക്കൊള്ളുന്നു. പിന്നെ അത് രണ്ട് ക്ലോസ് ഉണ്ട്. When I went there എന്ന് പറയുന്ന അവിടെ വരെ ഒരു ക്ലോസും she was sleeping എന്നുള്ളത് രണ്ടാമത്തെ ക്ലോസ്. ഓക്കെ, അടുത്തത് അർച്ചന. അർച്ചന അച്ചു. യെസ്. ബിന്ദു സത്യൻ. പത്മശ്രീ. കാവ്യ. Yes, sir. ഓക്കെ, കാവ്യ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അതിന്റെ അകത്ത് ഈ ഫസ്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞു വെൻ ഐ വെന്റ് ദെയർ, അത്രയും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനിങ് കംപ്ലീറ്റ് ആവുന്നു ഇല്ല അല്ലെ? അതിന്റെ അർത്ഥം വെൻ ഐ വെന്റ് ദെയർ, ഞാൻ അവിടെ ചെന്നപ്പോൾ. ബാക്കി പറയാതെ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല. അങ്ങനെ മീനിങ് കംപ്ലീറ്റ് ആവാത്ത ക്ലോസുകളെ പറയുന്ന പേരാണ്, ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. എന്താണ് പറയുന്ന പേര്? സബോർഡിനേറ്റ് ക്ലോസ്. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ തന്നെ വേണമെങ്കിൽ വേറൊരു പേര് കൂടി പറയും, ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയും. അപ്പൊ ഡിപ്പെൻഡിങ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് അത് അവിടെ നിൽക്കട്ടെ. ഇനി വെൻ ഐ വെന്റ് ദെയർ എന്നുള്ളത് ഇല്ലാതെ വിചാരിക്കും. ഷീ വാസ് സ്ലീപ്പിംഗ്, അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. അത്രയും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ അർത്ഥം പൂർത്തിയാവും. ആകും അല്ലെ? അവൾ ഉറങ്ങുകയായിരുന്നു, സംഗതി കറക്റ്റ് ആയില്ലേ? അപ്പൊ അതുകൊണ്ട് ഷീ വാസ് സ്ലീപ്പിംഗ് അത്രയും ഭാഗത്ത് നമ്മൾ എന്ത് പറയും? മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് അതല്ലെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഓക്കെ, അത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ക്ലോസുകൾ ഉൾക്കൊള്ളുന്നതാണ്. ഓരോ ക്ലോസുകളെയും മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളാണ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവുന്നതാണ്. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നതിന് വേണ്ടി മെയിൻ ക്ലോസുകളെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതിന്റെ പേരിൽ സബോർഡിനേറ്റ് ക്ലോസിനെ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് കൂടി പറയുന്നു. മെയിൻ ക്ലോസിനെ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് കൂടി പറയും. ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് പ്രിൻസിപ്പൽ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി, പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് കൂടി പറയുന്നു മെയിൻ ക്ലോസിനെ. യെസ്, ഇനി നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ഇഫ് ക്ലോസുകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു വാചകം പറയാം, നിങ്ങൾ അതൊന്ന് ആ വാചകത്തിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇപ്പോ നിങ്ങൾക്ക് പരിചയമുള്ളൊരു കുട്ടി, വേണ്ട നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ആയിക്കോട്ടെ, അത് 9ാം സ്റ്റാൻഡേർഡിൽ നിന്ന് ജയിച്ച് 10ാം സ്റ്റാൻഡേർഡിലേക്കായി. 10ാം സ്റ്റാൻഡേർഡിലെ ക്ലാസ് ആരംഭിച്ചിട്ടില്ല. അപ്പോ പഠിക്കാൻ ഇത്തിരി പിന്നോട്ടൊക്കെ ഉള്ളതിന്റെ പേര് എന്നാലും ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവനോട് പറയണം, ആ കുട്ടിയോട് പറയണം, നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാകും, നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. അത് നമ്മളോട് പറയണം. അല്ലെങ്കിൽ നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. ഞാൻ അതൊന്നും മാറ്റി, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. അത് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. അപ്പൊ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടിയോട് നമ്മൾ പറയാണ്, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും. ശ്രീകുട്ടി. ഇതിന്റെ അകത്ത് ഞാനൊരു കോമ ഇടാൻ വിട്ടുപോയി. എവിടെ ഇടണം കോമ? വെൽ കഴിഞ്ഞിട്ട് കോമ ഇടാം. യുവർ ആൻസർ ഇസ് റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിന്റെ അകത്ത് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ ശ്രീകുട്ടി? സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് യു സ്റ്റഡി വെൽ, മെയിൻ ക്ലോസ് യു വിൽ പാസ്.
വെരി ഗുഡ്, കറക്റ്റ് ആണ്, വെരി ഗുഡ്. അപ്പൊ ഇത് നമുക്ക് രണ്ടായിട്ട് വിഭജിക്കുക, രണ്ട് ക്ലോസ്. ഒന്ന് ഇഫ് യു സ്റ്റഡി വെൽ, പിന്നെ അടുത്തത് യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, അത്രയും പറഞ്ഞ അർത്ഥം കംപ്ലീറ്റ് ആവുന്നില്ല, സബോർഡിനേറ്റ് ക്ലോസ്. യു വിൽ പാസ് എന്ന് പറയുമ്പോൾ നീ പാസ്സാകും, മെയിൻ ക്ലോസ്. ഓക്കെ, വെരി ഗുഡ്. അശ്വതി. അശ്വതി. Then Srilakshmi. Sir. Okay, very good. അപ്പൊ Srilakshmi, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ വാചകം ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് പറയുന്നതില് ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ള അത്രയും മാത്രം നമ്മൾ എടുക്കുകയാണ്. ഇഫ് യു സ്റ്റഡി വെൽ അത്രയും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ നേരത്തെ പഠിച്ച ഈ 12 ടെൻസിന്റെ ഫോമില് ഏതിന്റെ കീഴിൽ വരുമെന്ന് പറയാൻ പറ്റും? മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ടെൻസിന്റെ കീഴിൽ വരുമെന്ന് പറയാൻ പറ്റും? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 എണ്ണം പറഞ്ഞതിൽ ഏതിന്റെ കീഴിൽ ഏത് ടൈപ്പാണ് എഴുതിയിരിക്കുന്നത്? ഇഫ് യു സ്റ്റഡി വെൽ മാത്രം എടുക്കുകയാണ്. ഫ്യൂച്ചർ ആവാനാണ് ചാൻസ്. ഞാൻ ടെൻസിന്റെ ഭാഗത്ത് ഫുള്ള് കേട്ടിട്ടില്ല. ഓക്കെ, ഫ്യൂച്ചർ കൊണ്ട് വരില്ല. ഓക്കെ, കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിൽ പറയാം. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ടെൻസിന്റെ കീഴിൽ വരും? പ്രസന്റ് ടെൻസ് ആണോ? ഏത് പ്രസന്റ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്, ഏത് വരും? പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ആണെന്ന്. പ്രസന്റ്. 5 വരും. യു ആർ ആൾസോ റൈറ്റ്. ശ്രീകുട്ടി പറഞ്ഞ കറക്റ്റ് ആണ്. സിമ്പിൾ പ്രസന്റിന്റെ കീഴിലാണ് വരുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. പിന്നെ ഒന്നും നോക്കണ്ട, അത്ര നോക്കിയാൽ മതി. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും ഉണ്ടെങ്കിൽ അത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ഈ വാചകത്തിലെ സബോർഡിനേറ്റ് ക്ലോസ് ഏത് ടെൻസിന്റെ കീഴിലാവുന്നേക്കണേ? സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തോട്ട് വരാം. സബീറ. ഇനി ആ സെന്റൻസ് രണ്ടാമത്തെ ഭാഗം നോക്കും. യു വിൽ പാസ്, അത് ഏത് ടെൻസിന്റെ കീഴിൽ വരും? നമ്മൾ പഠിച്ച 12 യു വിൽ പാസ് എന്ന് പറയുമ്പോ യു വിൽ പാസ്. പാസ്റ്റിൽ വരുമ്പോ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റൻസ് ആണ്. യെസ്, ആർക്കും പറയും. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, വെരി ഗുഡ് ബിൻസി, വെരി ഗുഡ് ശ്രീകുട്ടി. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് വരും സബീറ. കാരണം ഓക്കെ ശ്രീലക്ഷ്മി, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റൻസ് അത് ഉപയോഗിക്കുമ്പോഴാണ് സിമ്പിൾ ഫ്യൂച്ചർ വരെ. നമ്മൾ നോക്കി, സബ്ജക്റ്റ് യു, വില്ല് അല്ലെങ്കിൽ ഷാലിലെ വില്ല്, പാസ് പ്രസന്റൻസ് ഓഫ് ദ വെർബ്. അപ്പൊ ഇത് പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ വന്നു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. തന്നിരിക്കുന്ന വാചകത്തിന്റെ ഈ ക്ലോസിൽ തന്നിരിക്കുന്ന വാചകത്തിന്റെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് എപ്പോഴും സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. അത് മാറാൻ പാടില്ല. അതൊരു നിയമമാണത്. ഇഫ് വെച്ച് ആരംഭിക്കുന്ന സെന്റൻസിന്റെ അത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് എന്താ വരാവൂ? ഓക്കെ ശ്രീലക്ഷ്മി, സിമ്പിൾ ഫ്യൂച്ചറേ വരാവൂ. അപ്പൊ ഞങ്ങളിവിടെ നോക്കിയേ, യു വിൽ പാസ് എന്നുള്ളതിന് പകരം യു ക്യാൻ പാസ് എന്ന് പറയാം, കുഴപ്പമില്ല. യു
will എന്നുള്ളതിന് പകരം വേണമെങ്കിൽ can ഉപയോഗിക്കാം, shall ഉപയോഗിക്കാം, may ഉപയോഗിക്കാം. ഇത്രയും വാക്കുകൂടി ഉപയോഗിക്കാം, കുഴപ്പമില്ല. കാരണം അതൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. പക്ഷെ വില്ലിന് പകരം വുഡ് ഉപയോഗിക്കരുത്, അത് തെറ്റും. ക്യാന് പകരം കുഡ് ഉപയോഗിക്കരുത്, അപ്പൊ തെറ്റാണ്. മേക്ക് പകരം മൈറ്റ് ഉപയോഗിക്കരുത്, അപ്പൊ തെറ്റാണ്. ഷാലിന് പകരം ഷുഡ് ഉപയോഗിക്കരുത്, അപ്പോഴും തെറ്റാണ്. അപ്പോ ആ വില്ല് എന്ന് പറയും, യു വിൽ പാസ് എന്നുള്ള വില്ലിന് പകരം വേണമെങ്കിൽ ഷാല് വരാം, ക്യാൻ വരാം, മേ വരാം. യെസ്, ഏത് വന്നാലും കറക്റ്റാണ്. അപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇഫ് ക്ലോസില് if the subordinate clause simple present ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അത് തെറ്റാൻ പാടില്ല, അതൊരു നിയമമാണ്. നിങ്ങൾ ഇത് നമ്മളിപ്പോ ഒരു പക്ഷേ വേറെ നിങ്ങളുടെയൊക്കെ മക്കളൊക്കെ പഠിക്കുന്ന അവിടെയും ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് വരുന്ന സ്ഥലത്ത് നിയമോട് കയറി വരും. അപ്പൊ നമ്മൾ ആ ബാലൻസ് ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്ത് നോക്കണം, ഇവിടെ തന്നിരിക്കുന്ന ടെൻസ് അതിനോട് മാച്ച് ചെയ്ത് പോലും അപ്പം യെസ് പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊന്ന് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, അല്ലെങ്കിൽ യു ക്യാൻ പാസ്, യു മേ പാസ്, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. യെസ്, ഇഫ് യു സ്റ്റഡി വെൽ. ഓക്കെ, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഒരു വാചകം പറയാം, ആ വാചകം നിങ്ങൾ എഴുതുന്നു, അതിന്റെ പകുതി നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, വാചകം ഇതാണ്, എഴുതിക്കോ. ഇഫ് it rains, R-A-I-N-S, if it rains, comma, പിന്നെ ഒരു ഡാഷ് ഇട, നീണ്ട ഡാഷ് ഇടുക. if it rains, അല്ല റെയിൻ സിംഗുലർ ആണ്, അല്ല ഇറ്റ് വന്നുകൊണ്ടാണ് റെയിൻ എന്നുള്ളത് റെയിൻസ് എഴുതിയേക്കുന്നത്. നമുക്ക് പറയാം ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പൂരിപ്പിക്കാം. പക്ഷെ അപ്പുറത്ത് പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വില്ല് വന്നം, ലക്ഷ്മി വില്ല് വന്നില്ല അപ്പുറത്ത് കണ്ടാ. യെസ്, വില്ല് വന്നം, അല്ലെങ്കിൽ ഷാല് വന്നം, അല്ലെങ്കിൽ ക്യാൻ വന്നം, അല്ലെങ്കിൽ മേ വന്നം. ഈ വാക്ക് വെച്ച് സിമ്പിൾ ഫ്യൂച്ചറിന്റെ പോലെ പൂരിപ്പിക്കും, മറിപ്പോകരുത്. ഇഫ് ഇറ്റ്, ഇതിപ്പോ നമ്മളിപ്പോ ഈ 18 പേരുണ്ടെങ്കിൽ 18 സൈസ് പൂരിപ്പിക്കും, ഓരോരുത്തർക്കും അവരുടേതായ സ്റ്റൈൽ പൂരിപ്പിച്ചു. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ. ആ കറക്റ്റ്, ഇപ്പൊ സുധീഷ കറക്റ്റ് ആണ്. ഇഫ് ഇറ്റ് റെയിൻസ് യു വിൽ സ്റ്റേ ഇൻഡോർ, നീ അകത്ത് നിൽക്കേണ്ടി വരും. കണ്ട, യു വിൽ സ്റ്റേ, വില്ല് വെച്ച് പ്രസന്റേഷൻ വന്നു, സിമ്പിൾ ഫ്യൂച്ചറായി. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, ഓരോരുത്തരും അവരവരുടെ ഭാവനക്കനുസരിച്ച് ചെയ്തു. We will stay at home. Okay, Shri, correct. We will stay at home. Correct. നല്ല ആരും കൊട എടുക്കുമെന്ന് പറയുന്നത് കേട്ടാ, മഴ പെയ്യാണെങ്കിൽ. ആ പറഞ്ഞു കഴിഞ്ഞോളൂ. അപ്പൊ സജന കൊടയും കൊണ്ട് വന്നു. യു വിൽ ബ്രിങ് ആൻ അംബ്രല്ല. യെസ്, നീ കൊട കൊണ്ടുവരണ്ട. യു വില് ബ്രിങ് പ്രസന്റൻസ് ഓഫ് ദ വെർബ്. യെസ്, ഇനി ആർക്കെങ്കിലും? യു വിൽ റൺ ഫാസ്റ്റ്. ആ ഓക്കെ ശ്രീകുട്ടി, കറക്റ്റ്. മഴ പെയ്യുകയാണെങ്കിൽ നീ വേഗത്തിലോടും. ആ ഓക്കെ അശ്വതി, യു വിൽ ബ്രിങ് ആൻ അംബ്രല്ല. അത് നേരത്തെ വന്നു, എന്നാലും സജന പറഞ്ഞു, എന്നാലും അതുകൂടി പരിഗണിച്ചു. ആ യു വിൽ വെറ്റ്, കുറച്ചുകൂടി നല്ല യു വിൽ ഗെറ്റ് വെറ്റ് നൽകുന്നു. യെസ്, നീ നനയും. ഓക്കെ, അപ്പൊ യു വിൽ സ്റ്റേ അറ്റ് ഓഫീസ്. ഓക്കെ അർച്ചന, യെസ്. അടുത്തത് സെയിം മോഡലാണ്, നോക്കിയോ. ഇഫ് യു, ആ ഓക്കെ ഷബീറ, കറക്റ്റ് ആണ്. അഞ്ചു, ആ അപ്പൊ അവിടെ ഒരു വാക്കുകൂടി ചേർക്കേണ്ടി വരും. അഞ്ചു, യു വിൽ ബി ലേറ്റ് കേട്ടാ, യു വിൽ ബി ലേറ്റ്.
ഓക്കെ, അടുത്തിരിക്കും. ഇഫ് യു ഓക്കെ സുധീഷ, അടുത്തത്. ഇഫ് യു ഈറ്റ് eat lot of lot of fast food comma dash. Okay, if you eat lot of fast food, നീ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, യു സബ്ജക്റ്റ്, ഈറ്റ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഓക്കെ ശ്രീലക്ഷ്മി, അപ്പൊ അപ്പുറത്ത് ബില്ല് വെച്ച് എഴുതിക്കോ. സജന, യുവർ വെയിറ്റ് വിൽ ഇൻക്രീസ്. നീ ഇൻക്രീസ് ചെയ്യണമെന്നില്ല, നിന്റെ ഭാരം അത് മാറ്റി. ഇഫ് യു ഈറ്റ് ലോട്ട് ഓഫ് ഫാസ്റ്റ്, അപ്പുറത്ത് വില്ല് വരാം, ഷാല് വരാം, മേ വരാം, ക്യാൻ വരാം. അഞ്ച്, യു വിൽ ബി സിക്ക്, നീ രോഗിയായിരിക്കും, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് സിക്ക്. ഓക്കെ ഓക്കെ യു വിൽ ഗെറ്റ്, ഓക്കെ അർച്ചന, യു വിൽ ഗെറ്റ് ഫാറ്റ്, തടി കൂടും. യെസ്. Your stomach will get upset. Okay ഷഹാന, കറക്റ്റ് ആണ് അല്ലെ? അധികം കഴിച്ചു കഴിഞ്ഞാല് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇഫ് യു ഈറ്റ് ലോട്ട് ഓഫ് ഫാസ്റ്റ് ഫുഡ്, നീ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ഇഷ്ടമുള്ളത് പൂരിപ്പിച്ചു. ഓരോരുത്തർക്കും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് പൂരിപ്പിച്ചു. യു വിൽ ബി എ പേഷ്യന്റ്, പത്മശ്രീ പറയുന്നു, നീ ആരായിട്ട് മാറും? ഒരു രോഗിയായിട്ട് മാറും. യു വിൽ ബി പേഷ്യന്റ്. യു വിൽ ബി അൺഹെൽത്തി. ഓക്കെ സുധീഷ, കറക്റ്റ്. യെസ്. അപ്പൊ അതുപടി കിട്ടിയല്ലോ. ഇപ്പൊ നമുക്ക് മനസ്സിലായി സിമ്പിൾ പ്രസന്റ് ആണ് ഇപ്പുറത്ത് വരുന്നതെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും മനസ്സിലായി. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ ഫില്ല് ചെയ്തത് മെയിൻ ക്ലോസ് ആണ്. ഇനി ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. മെയിൻ ക്ലോസ് ഞാൻ തരാം, നിങ്ങൾ സബോർഡിനേറ്റ് ക്ലോസ് ഫില്ല് ചെയ്യാം. യെസ്. അപ്പൊ ആദ്യം തന്നെ നീണ്ട ഡാഷ് കോമ, ഡാഷ് കഴിഞ്ഞിട്ട് കോമ എഴുതിക്കോ. ഐ വിൽ ബൈ, BUY, ബൈ ഇറ്റ്. I will buy it. Yes, I will buy it. ഞാൻ ഇത് വാങ്ങും. വില്ലും പ്രസന്റ് ടെൻസും വന്നിട്ടുണ്ട്. സിമ്പിൾ ഫ്യൂച്ചറാണ്. അപ്പുറത്തപ്പം എന്ത് വേണം? പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം. യെസ്, സുധീഷ കറക്റ്റ് ആണ്. ഓക്കെ, അഞ്ചു കറക്റ്റ് ആണ്. ഞാൻ ഇത് വാങ്ങും. അപ്പൊ അപ്പുറത്ത് ഇഫ് വെച്ചിട്ട് നിങ്ങൾ സജന പറയും, ഇഫ് ഐ ഹാവ് മണി, എന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഐ വിൽ ബൈ ഇറ്റ്. കറക്റ്റ് ആണ്.
ഐ വിൽ ബൈ ഇറ്റ്, ഞാനിത് വാങ്ങും. എങ്ങനെയാണെങ്കിൽ എന്നുള്ളത് ഇപ്പൊ ചെയ്യാൻ മതി. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇഫ് യു റെഡ്യൂസ് ദ പ്രൈസ്, നീ വില കുറക്കുകയാണെങ്കിൽ ഐ വിൽ ബൈ ഇറ്റ്. അല്ലെങ്കിൽ ഇഫ് യു ലോവർ ദ പ്രൈസ്, കുറയ്ക്കുകയാണെങ്കിൽ, പ്രൈസ് ലോവർ ആക്കുകയാണെങ്കിൽ ഐ വിൽ ബൈ ഇറ്റ്. ഇഫ് ഐ ഹാവ് എ ചാൻസ്, ഓക്കെ സബീറ, വെരി ഗുഡ്, എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാനത് വാങ്ങും. യെസ്. ഇഫ് ഐ ഹാവ് എ ജോബ് ഐ വിൽ ബൈ ഇറ്റ്, എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങും. ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഐ വിൽ ബൈ ഇറ്റ്. ഓക്കെ ഷാന, കൊള്ളാം, ഇത് നല്ലതാണെങ്കിൽ ഐ വിൽ ബൈ ഇറ്റ്, ഞാനത് വാങ്ങും. അപ്പൊ അത് പിടി കിട്ടിയല്ല. വൺ മോർ, ഒരെണ്ണം കൂടി. ആദ്യം നേരത്തെ ഇതുപോലെ ഒരു നീണ്ട ഡാഷ്, കോമ, കോമ, എഴുതിക്കോ. ഐ വിൽ ടേക്ക്, TAKE, I will take a taxi, TAXI. I will take a taxi. ഞാൻ ഒരു ടാക്സി വിളിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ അപ്പുറത്തെ പ്രസന്റൻസ് വരാവുന്ന വാചകങ്ങൾ ഫില്ല് ചെയ്തോ. If I am late, okay Sudhisha. If I have a company, okay Sajana. If I work late, okay Anshu. If I have money, okay Sabira, correct answer. Okay Sabira. Sentence. Shandila, if I have a office, I will take a taxi. Yes. Okay. അപ്പൊ ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഡാഷ്, കോമ, കോമ, we will win, WIN, win the match. We will win the match. നമ്മൾ കളി ജയിക്കും. എങ്ങനെയാണെങ്കിൽ എന്നുള്ളത് പ്രത്യേകിച്ച്. We will win the match. Okay, so Srilakshmi, if we perform well, if we play well, Kavya, correct? If you try hard, okay, Sajana, correct. If we have faith, oh, Sudhisha, Vishwasam undakil, right? Okay. If I am confident, yes, Shantiraj. If we play, if we play well, we win the match. If we participate, ഞങ്ങൾ പങ്കെടുത്താൽ ഞങ്ങൾ ജയിക്കും. Yes.
If you play well, നന്നായിട്ട് കളിച്ചാൽ. If we tries now, okay, Anju, correct. Yes. അപ്പൊ ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓർത്തിരിക്കേണ്ടതാണ്. സെന്റൻസുകളെ 2 ക്ലോസുകളായിട്ട് വിഭജിക്കാം. ആ 2 ക്ലോസുകളിലെ മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയുന്നു. അർത്ഥം പൂർത്തിയാകുന്നതിനെ മെയിൻ ക്ലോസ് എന്നും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്നും, അർത്ഥം പൂർത്തിയാകാത്തതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നോ അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ക്ലോസ് എന്നോ പറയുന്നു. ഇഫ് ക്ലോസിലെ കൺസ്ട്രക്ഷനില് ഉപയോഗിക്കുന്ന മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉള്ളതാണെങ്കിൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇത്രയുമാണ് നമ്മൾ ഇത് നോക്കിയത്. യെസ്, അത് നോർത്ത് വെച്ചാൽ കേട്ടോ. ഇനി അടുത്ത ഒരു ടെൻസിൽ വരുന്ന മാറ്റത്തെ കുറിച്ചും അടുത്ത ദിവസം പറയാം. യെസ്. Yes, I am going to ask some vocabulary questions. ഞാൻ പറയുന്ന ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ആർ എന്നാണ്. ആർ, റെഡ്. രണ്ടാമത്തെ ലെറ്റർ യു എന്നാണ്. യു, അപ്പ്, യു പി, അപ്പ്. ആർ യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഇലാസ്റ്റിക് സബ്സ്റ്റൻസ് മെയ്ഡ് ഫ്രം സാപ്പ്, SAP. ശാന്തിരാജ്, നീതു. എന്റെ മുകളിൽ ഇറക്കിണ്ടായിരുന്നു. അശ്വതി ആരൊക്കെ ഉണ്ടായിരുന്നു? ശ്രീലക്ഷ്മി, സജന. സജന. യെസ്, ശ്രീലക്ഷ്മി ആൻഡ് സജന. ഓക്കെ, പരിഗണിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ആൻസർ ഈസ് റബ്ബർ. കറക്റ്റ് ആൻസർ, റബ്ബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A red gemstone. A red gemstone. Sudisha, Sajana, Anju. Sudisha, Sajana, and Anju. Anju ഉണ്ടല്ലേ? അഞ്ചു ഉണ്ട്. യെസ് 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 യെസ്. ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് കണ്ടില്ല. അഞ്ചു കറക്റ്റ് ആൻസർ ഉണ്ട്. ദാറ്റ് ഈസ് റൂബി. യെസ്. വേസ്റ്റ് മെറ്റീരിയൽ ടു ബി ത്രോൺ അവേ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ്. ദ വേസ്റ്റ് മെറ്റീരിയൽ ടു ബി ത്രോൺ അവേ. RU എന്ന് പറയുന്നതിൽ തുടങ്ങുന്നത് റെസ്റ്റ് അല്ല. സുധീഷ, നീതു, ബിന്ദു സത്യൻ. സുധീഷ, നീതു മോൾ ആൻഡ് ബിന്ദു സത്യൻ.
കറക്റ്റ് ആണ്. റബ്ബിഷ് നമ്മൾ ചില ആൾക്കാരൊക്കെ ചില കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് റബ്ബിഷ്. യെസ്. സർ Next. നീതുമോളല്ല നീതുവാണ്. നീതു പ്രിൻസ്. നീതു നീതു പ്രിൻസ് നീതു മോളിന് രണ്ടാണല്ലേ? അതെ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നീതു ഇത് നീതു പ്രിൻസ് ആയി. നീതു പ്രിൻസ്. യെസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അനദർ വേർഡ് ഫോർ ഡാമേജ് ഓർ സ്പോയിൽ. Another word for damage or spoil. Sri Lakshmi, Sajana, Archana. Sri Lakshmi, Sajana, Archana. Ruins, ruins, അവശിഷ്ടങ്ങൾ. യെസ്. അഞ്ചു ഉണ്ടല്ലേ? ഓക്കെ, അഞ്ചു. യെസ്. ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ വരെയല്ലേ, അതുകൊണ്ട് കിട്ടുന്നില്ല ചിലത്. യെസ്. ചോദ്യം ഇതാണ് അടുത്തത്. എ സ്ട്രോങ് ആൽക്കഹോളിക് ഡ്രിങ്ക്. അശ്വതി, സജന, സുദിഷ. അശ്വതി നേരത്തെ വന്നിട്ടില്ല അല്ലെ? അശ്വതി, സജന ആൻഡ് സുദിഷ. കറക്റ്റ് ആൻസർ ആണ് റം. RUM. റം. അടുത്തത് എക്സ്പ്ലനേഷൻ നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. ഇൻഫർമേഷൻസ് ദാറ്റ് സ്പ്രെഡ് ടു ലോട്ട് ഓഫ് പീപ്പിൾ but may not be true. Sajana, Sudisha. Sajana, Sudisha അടിയിൽ പിന്നെ ആരായിരുന്നു? സജന, സുദിഷ. അശ്വതി. ഓക്കെ, കറക്റ്റ് ആണ്. ദാറ്റ് ഇസ് കോൾഡ് റൂമർ. കറക്റ്റ് കറക്റ്റ്. യെസ്. അടുത്തത് എ card game, CARD, card game players Sajana, Shandiraj, Sudisha. Sajana, Shandiraj. Shandiraj, Sudisha. നീതു പ്രിൻസ് ആണ് സാർ. സജന അല്ല, ശാന്തിരാജ് കഴിഞ്ഞ് നീതു പ്രിൻസ് ആണ്. നീതു പ്രിൻസ് അല്ലേ? യെസ്. ഓക്കെ. യെസ്. അപ്പൊ നമുക്കറിയാം, ഞാൻ ചോദ്യം പറഞ്ഞിരുന്നാലും വെറുതെ പറയുന്നു മനസ്സിൽ വരാൻ വേണ്ടിയിട്ട്. എ കാർഡ് ഗെയിം പ്ലേയേഴ്സ് ട്രൈ ടു ഫോം സെറ്റ്സ്, SETS, or sequences of cards. That is called rummy. Rummy. അടുത്തത് joke really fast. Shandiraj, Sudisha, Sri Lakshmi. Shandiraj, സജനയാണ് ആദ്യം പറഞ്ഞു. Sajana, Sri Lakshmi. Sajana പരിഗണിച്ചിട്ടുണ്ട്. Yes. That is called run. അടുത്തത് സജന ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ റൂഡായിരിയ. യെസ്. ഓക്കെ 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 ഓക്കെ, മാറ്റിക്കോളാം. അടുത്തത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തത് ദ യൂണിറ്റ് ഓഫ് മണി ഇൻ ഇന്ത്യ. സുദീഷ, പത്മശ്രീ, അശ്വതി. സുദീഷ, പത്മശ്രീ, and Ashwati.
യെസ്, കറക്റ്റ് ആണ്. റുപ്പി, റുപ്പി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റോഡ്, ROAD, റോഡ്, വെയർ സർ നീതു പ്രിൻസ് അല്ലേ? ശ്രീലക്ഷ്മി, നീതു പ്രിൻസ്, ശ്രീലക്ഷ്മി. യെസ്. ശാന്തിരാജ്, സജന, അർച്ചന. ശാന്തിരാജ്, സജന, അർച്ചന. ഞാൻ ചോദ്യം പോലും മുഴുവനാക്കിയില്ല, അതിന് മുമ്പ് നിങ്ങൾ ഉത്തരവായിട്ട് വന്നു കേട്ടോ. എ റോഡ് വെയർ പ്ലെയിൻസ് ടേക്ക് ഓഫ്, ദാറ്റ് ഈസ് കോൾഡ് റൺവേ. അടുത്തത്, another word for law, LAW, law. അശ്വതി, അഞ്ജു, നീതു പ്രിൻസ്. അശ്വതി, അഞ്ചു കഴിഞ്ഞിട്ട് പത്മശ്രീയാണ് സാർ. പത്മശ്രീയാണ് സാർ. പത്മശ്രീ. യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്, that is called rule, RULE, rule. അടുത്തത്, a strip, STRIPE, a strip of wood or metal, a strip of wood or metal used for measuring, used for measuring. Used for measuring. ഒന്നും ആയിട്ടില്ല. ബിന്ദു, സത്യൻ, ശാന്തിരാജ്, സുധീഷ, അഞ്ജു, അശ്വതി. സുധീഷ, അഞ്ജു ആൻഡ് അശ്വതി. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് എ റൂളർ, RULE, റൂളർ. അടുത്തത്, എ ഹാർഡ്, HARD, ഹാർഡ് ഡ്രൈ ബിസ്ക്കറ്റ്. എ ഹാർഡ്. അഞ്ജു, സുധീഷ, പിന്നെ ആരായിരുന്നു? അഞ്ജു, സുധീഷ, സജന. യെസ്, ദ ആൻസർ ഈസ് റസ്ക്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, എ റെഡിഷ്, REDISH, a reddish brown substance, a reddish brown substance that forms on iron or steel. Sudhisha, Srirashmi, Needu Prince. Sudhisha, Srirashmi and Needu Prince. Correct answer. The answer is rust, Turumba. Yes. Another word for merciless. Merciless. Okay, Sajana, Sudhisha. Sajana, Sudhisha, പിന്നെ ആരായിരുന്നു? അഞ്ചു. അഞ്ജു. യെസ്, കറക്റ്റ് ആൻസർ റൂത്ത്ലെസ് ആണ്. മെഴ്സിലെസ് എന്ന് പറയുമ്പോൾ ലെസ് തന്നെ അവസാനിക്കണം അതിന്റെ അനന്തരം വേണം. എന്നാലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പരിഗണിച്ചു. യെസ്, നോ പ്രോബ്ലം. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ സ്റ്റൈൽ ഒന്ന് മാറുകയാണ്, മാറ്റി പിടിക്കുകയാണ്, വേറെ മോഡലാണ്. ഇനി നിങ്ങൾ പറയുന്ന ഉത്തരത്തിന്റെ ആദ്യത്തെ ലെറ്റർ H ആണ്. H, ഹെലികോപ്റ്റർ, H.
രണ്ടാമത്തെ ലെറ്റർ ഇ ആണ്. എലിഫന്റ്. ഇ. എച്ച് ആൻഡ് ഇ. യെസ്. ചോദ്യം ഇതാണ്. എ ടൈറ്റിൽ that appears at the top of a news or article. Sri Rashmi, Padmasri, Ashwati. Sri Rashmi, Padmasri, and Ashwati. Yes, correct. Correct. Anjali, Sri Rashmi. The answer is heading or headline. Okay, Bindu Satyan. Yes, അടുത്തത്. A place, ഒരു imaginary ഉണ്ട്. A place often described as full of suffering. Sri Rashmi, Sajana, Shandiraj. Sri Rashmi, Sajana, and Shandiraj. Yes, correct. നരകം. യെസ്, ഞാൻ ചോദ്യം ഒന്നുകൂടി പറയാം. ചോദ്യം ഞാൻ കംപ്ലീറ്റ് ആക്കിയിരുന്നില്ല. എ പ്ലേസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ഫുൾ ഓഫ് സഫറിങ് ആൻഡ് ഫയർ. ഇതാണ് ഹെൽ. അടുത്തത് ഈസിയാണ്. ദി ബാക്ക്, BSEK, back part of the foot, FOT. Sudisha, Bindu Satyan, Ashwati. Sudisha, Bindu Satyan, and Ashwati. Yes, correct. The answer is heel. Heel ഉള്ള ചെരുപ്പ് എന്നൊക്കെ പറയല്ലേ, അത് ബാക്ക് സൈഡ് വരണം. അപ്പൊ അത് തന്നെയാണ് the back part of the foot, heel. അടുത്തത്, what you offer when someone is in Sajjana, Sri Rashmi, Needu Prince. Sajjana, Sri Rashmi, and Needu Prince. നിങ്ങൾക്ക് നല്ല ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനുള്ള നല്ല പവർ ഉണ്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ചോദ്യം പോലും മുഴുവനാക്കാൻ പറ്റുന്നില്ല. യെസ്, ചോദ്യം ഇതായിരുന്നു. ഞാൻ ഒന്ന് വായിക്കുന്ന പഴയ ചോദ്യം. വാട്ട് യു ഓഫർ വെൻ സംവൺ ഈസ് ഇൻ നീഡ്. എന്താണ് കൊടുക്കുന്നത്? ഹെൽപ്പാണ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, ഇതും ഒരു ഇമാജിനറിയാണ്. എ പ്ലേസ് believed to be full of peace and happiness. Anju, Sudisha, Sajana. Anju, Sudisha, Sajana. Yes, very good, very good. It is also an imaginary situation. That is called heaven. അടുത്തത്, half, HALF, half of the earth divided by equator. Half of the earth divided by equator. Sudisha, Sri Rashmi, Ashwati. Sudisha, Sri Rashmi, and Ashwati. Okay, ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. യെസ്, സമയം റെഡി ആവുന്നുണ്ട്. അപ്പോ ഏതാണ്ട് ഘട്ടഘട്ടത്തിൽ മത്സരമായിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. പോയിന്റ് ഞാൻ പറയാം.
യെസ്. അപ്പോ ബിന്ദു സത്യൻ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നീതുമോൾ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചന 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നീതു പ്രിൻസ് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഞ്ജു 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. അശ്വതി 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശാന്തിരാജ് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ്. ശ്രീലക്ഷ്മി 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ്. സജനക്ക് 13 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സുധീഷ ടോപ്പ് സ്കോറർ. യു ഗോട്ട് 14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, we will meet with next if clause and next vocabulary in the next class. Okay, bye. Okay, thank you.